എടാ ജോക്കുട്ടാ, നീ ഒരു യാത്രക്ക് പോണതല്ലേ, ആ പള്ളി കേറിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോ. ഞാൻ കേറിട്ടോക്കോളാം. തിരിച്ചു വരും എത്ര ദൂരമെറിഞ്ഞാലും തിരിച്ചു വരും. നീ ചെയ്ത നന്മയും പിന്നലും തിരിച്ചു വരും. ഉമറാല പോലെ ചെയ്തിടും ഒരു വൃത്തം തിരിച്ചു വരും. എത്ര സമയം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണത്? ഒരാള് പറഞ്ഞോണ്ടല്ലേ ഞങ്ങളെല്ലാരും നേരത്തെ വന്നേ. സോറിടാ, വീട്ടിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, നിങ്ങൾ ക്ഷമിക്ക്. അത് വീട് പോവാ, ഒരു ട്രിപ്പ് അല്ലേ. ഒരു പക്കം തിരിച്ചു വരും. ആൽബിമോനെ, പോയിട്ട് വരുമ്പോ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചോണ്ട് വന്നേക്ക്. ശരി അപ്പച്ച, ഞാൻ വാങ്ങിച്ചേക്കാം. ഹലോ ഹലോ ജോക്കുട്ട, ഞാൻ ഡോക്ടറങ്ങളാണ്. മോൻ്റെ അപ്പന് കുർബാന കഴിഞ്ഞ് വരുമ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി. ഇപ്പം നമ്മുടെ സിറ്റി ഹോസ്പിറ്റലുണ്ട്, നീ വേഗം ഒന്ന് കാണാൻ വാ. അങ്ങളെ, എൻ്റെ അപ്പച്ചൻ എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ല, കറക്റ്റ് സമയത്ത് എത്തിച്ചുകൊണ്ട് രക്ഷിക്കാൻ പറ്റി. വേണമെങ്കിൽ കയറി കണ്ടോളൂ. ആ നിൽക്കുന്ന പയ്യനാണ് അപ്പനെ ഇവിടെ എത്തിച്ചത്. യുവജനങ്ങൾ ഊർജ്ജസ്വലതയും അഭിനിവേശവും ലക്ഷ്യബോധവും നിറഞ്ഞവർ. സഭയുടെ ഹൃദയത്തിൽ വിശ്വാസത്തിൻ്റെ തീജ്വാലയെ ജ്വലിപ്പിക്കുന്ന തീപ്പൊരികളാണവർ. ഓരോ നിസ്വാർത്ഥ പ്രവൃത്തിയും, ദയയുടെ ഓരോ നിമിഷവും
ജീവിതങ്ങളെ സ്പർശിക്കുന്ന അലകൾ സൃഷ്ടിക്കുന്നു. ഒരു ബൂമറാങ് പോലെ അവർ നൽകുന്ന സ്നേഹവും സേവനവും എല്ലായ്പ്പോഴും തിരിച്ചു വരുന്നു. ഒരുമിച്ച് അവർ ലോകത്തെ രൂപപ്പെടുത്തുന്നു. നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളിലൂടെ സഭയിലെ യുവത്വം ഉയർന്നു വരുമ്പോൾ ക്രിസ്തുവിൻ്റെ വെളിച്ചം കൂടുതൽ തിളക്കത്തോടെ പ്രകാശിക്കുന്നു എന്ന് തെളിയിക്കുന്നു. ഇതാണ് ബൂമറാങ്. ഇവിടെ ഓരോ നിസ്വാർത്ഥ പ്രവൃത്തിയും മറ്റൊന്നിനെ ജ്വലിപ്പിക്കുന്നു. നന്മയും തിന്മയും തിരിച്ചുവരും. ഓമറാങ് ജീവിതം ഒരു വട്ടം തിരിച്ചുവരും.